ഷാഹിലയുടെയും മകൻ്റെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു മകനെ ആരുടെ കൂടെ പറഞ്ഞയക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ഒരു ഷാഹില ആരാണ് എന്നുള്ളതും എന്താണ് ഇപ്പം ഈ ഒരു സംഭവം എന്നൊക്കെ കുറേയധികം പേർക്കെങ്കിലും അറിയാത്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ആരാണ് ഷാഹില, എന്താണ് ഈ ഒരു മോൻ്റെ കാര്യം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഹൈപ്പും ചെയ്തേക്കുക. സോ ഇതെല്ലാം നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഈ ഒരു ഷാഹിലയുടെ ഇഷ്യൂ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ കാര്യമൊക്കെ, ഈ കുട്ടി ആരുടെ കൂടെ പറഞ്ഞയക്കണം എന്നുള്ള കാര്യത്തിലൊക്കെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഷാഹിലയുടെയൊക്കെ കേസ്, ഈ ഒരു ഷാഹില എന്നൊക്കെ പറയുന്ന വ്യക്തി കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തൻ്റെ വൈഫിനെയും കുട്ടിയും കാണാനില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തത് ഈ ഒരു ഭർത്താവ് ഗൾഫിലൊക്കെ ആയിരുന്നു. തിരിച്ച് നാട്ടിൽ വന്ന സമയത്താണ് വൈഫിനെയും കുട്ടിയും കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത്. വരുന്നതിൻ്റെ തലേ ദിവസം വരെ സംസാരിച്ചതായിരുന്നു. പക്ഷേ വന്നതിന് ശേഷം ഈ ഒരു വൈഫിനെയും കുട്ടിയെയും ഒന്നും കാണുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് ഈ ഒരു ഹസ്ബൻഡിന് ഭയങ്കര പേടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്നൊന്നും അറിയുന്നില്ല. വീട്ടുകാരെയൊക്കെ വിളിച്ച് ചോദിക്കുന്നു അങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അങ്ങോട്ടൊന്നും ചെന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പോലീസിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം പോലീസ് ഉണ്ടെങ്കിൽ ഇത് കേട്ട ആദ്യമേ വീട്ടിലൊക്കെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതിനുശേഷം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വിളിച്ച് ചോദിക്കുന്നു എങ്ങോട്ടെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. പിന്നെ ഈ ഒരു ഷാഹിലയെ പറ്റി നാട്ടുകാരെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു വ്യക്തിയാണ്. ആൾക്കാരായിട്ട് ഒരു പ്രശ്നവും ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഈ ഒരു ഷാഹില എങ്ങോട്ട് പോയെന്ന് ആർക്കും തന്നെ അറിയത്തില്ല. ഷാഹിലയുടെ വീട്ടിലോട്ടൊന്നും പോയിട്ടില്ല. ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അവിടേക്കൊന്നും ചെന്നില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയും കാണുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് ഈ ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളുണ്ടായിരുന്നു. ഭർത്താവ് കുറേയധികം മീഡിയാസിനെയൊക്കെ ചെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോഴാണ് നാട്ടിൽ വന്നത്, ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു വൈഫിൻ്റെ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ വൈഫിനെയും കുട്ടി എനിക്ക് കണ്ടുപിടിച്ച് തരണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷാഹില എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ഉണ്ടെങ്കിൽ കുട്ടിയും കൊണ്ട് വേറൊരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടിപ്പോയി എന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഭർത്താവ് ഗൾഫിലായിരുന്നു. ഈ സമയത്ത് ഈ ഒരു നാട്ടിലുണ്ടായിരുന്ന വൈഫായിട്ടുള്ള ഷാഹിലയ്ക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതും ആ ഒരു വ്യക്തിയുടെ കൂടെ മകനെയും കൊണ്ട് ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഭർത്താവ് അറിഞ്ഞു. ഭർത്താവ് ഇതിന് ശേഷം കുറേയധികം ഓൺലൈൻ മീഡിയസിനെയൊക്കെ കണ്ട് അതിൻ്റെ കുറേയധികം വാർത്തയും കാര്യങ്ങളും കിടപ്പുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഒളിച്ചോടിപ്പോയ വ്യക്തി ഏതോ ഒരു അടുത്തുള്ള മൊബൈൽ കടയുടെ ഓണറാണെന്നുള്ള രീതിയിലൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വ്യക്തിക്കാണെങ്കിൽ വൈഫും ഉണ്ട്, 2 പെൺമക്കളും ഉണ്ട് എന്നുള്ളതും കൂടിയാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെയും കുടുംബം തകർത്തിട്ടാണ് ഒരുമിച്ച് ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ ഒരു ഷാഹിലയ്ക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമാകുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് രണ്ടും കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ രണ്ടുപേരും ഒളിച്ചോടി പോകുന്നു. അത് ആ ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഭർത്താവ് പറഞ്ഞൊരു കാര്യം, അവൾ പോന്നെങ്കിൽ പോട്ടെ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു പോലീസ് ഉണ്ടെങ്കിൽ ഇവരെ കണ്ടുപിടിക്കാനുള്ളതായിരുന്നു പിന്നെ തെരച്ചിലും കാര്യങ്ങളും ഒക്കെ. ഈ ഒരു സമയത്ത് തന്നെ ഇവരെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയം തന്നെ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൈഫ് ഇത് കണക്ക് പോയി സ്വന്തം കുട്ടിയും കൊണ്ടാണ് ഹസ്ബൻഡിനെ കളഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ മൊത്തം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ വൈഫ് സുഖമായിട്ട് അടിച്ച് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. കുറേയധികം ഗൾഫുകാരുടെ ഭാര്യമാർ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗൾഫിലുള്ളവരെ വൈഫ്, നാട്ടിൽ താമസിക്കുന്ന വൈഫിൻ്റെ കുറേയധികം അങ്ങനെ നെഗറ്റീവ് ചിത്രീകരിക്കുന്ന രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇതിനെതിരെയൊക്കെ കുറേയധികം പേര് വീഡിയോസ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറയരുത്, എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ഈ ന്യൂസിൻ്റെയൊക്കെ താഴെ വന്നിട്ട് അങ്ങനെയുള്ളവരുടെ വൈഫ് എന്നെ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇത് കണക്ക് ഞങ്ങളൊന്നും അങ്ങനെ ആരുടെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ല, സ്നേഹത്തിന് വേണ്ടി ഞങ്ങളുടെ ഭർത്താവിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കുട്ടിയും ഈ ഒരു വൈഫിനെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു പിന്നെ മെയിനായിട്ട് നടന്നുകൊണ്ടിരുന്ന. കുറേയധികം ഈ ഒരു ഫോട്ടോയൊക്കെ വെച്ച് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കുണ്ടെങ്കിൽ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ മീഡിയാസിന് കുറേയധികം
CCTV ഫുട്ടേജൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷാഹിലയും അതുപോലെ തന്നെ ആ ഒരു കാമുകനുമായിട്ടുള്ള കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവരെ കണ്ടുപിടിക്കുന്നതിനിടയിൽ കുറേയധികം പേര് ഈ ഒരു സ്ത്രീയെ ന്യായീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല ഈ സ്ത്രീ പോയതിൻ്റെ പിറകിൽ വേറെ കുറേയധികം കാരണങ്ങളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മറ്റ് ചില സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന, എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം പേരുണ്ട്. തെറ്റ് ചെയ്താലും എന്ത് ചെയ്താലും അവരെ കൂടെ നിൽക്കുന്ന അങ്ങനെ കുറച്ച് പേരിൽ ഈ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുണ്ടെങ്കിൽ ഷാഹിലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല. ഒരു വൈഫിന്, ഒരു സ്ത്രീക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുണ്ടെങ്കിൽ മറ്റൊരു ബന്ധങ്ങളിലേക്കൊക്കെ പോകും. അതിലെന്താണ് തെറ്റെന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന കണക്കായിരിക്കത്തില്ല. ഈ ഒരു ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഈ ഒരു ഹസ്ബൻഡിൻ്റെ കാര്യം, ഹസ്ബൻഡ് സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. നമുക്കിങ്ങനെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഷാഹിലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേയധികം സ്ത്രീകൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോസിന് താഴെ വന്നിട്ട് മറ്റ് സ്ത്രീകൾ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞിപ്പം ഈ ഒരു വ്യക്തി സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അങ്ങനെ ഉടനെ തന്നെ വേറെ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നതാണോ ന്യായം എന്നൊക്കെ ചോദിച്ചിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ അവർക്ക് മറുപടിയായിട്ട് കുറേയധികം സ്ത്രീകൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഒരാളുമായിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല, അവരെ കുടുംബക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്യുക, എന്നതിന് ശേഷം വേറെ ആരെങ്കിലും കൂടെ ഇഷ്ടപ്പെടുകയോ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുക. അല്ലാതെ കല്യാണത്തിലിരിക്കുക, വീട്ടിലെല്ലാവരും ഒക്കെ ഉണ്ട്, ഈ ഒരു കുട്ടിയും കൊണ്ട് ആ ഒരു കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോവുക. ഇതേ സമയത്ത് ആ ഒരു കാമുകന് വേറെ കുട്ടികളുണ്ട്, വൈഫുണ്ട്, അതൊന്നും ഇവർ ചിന്തിക്കത്തില്ല. അവരെ കളഞ്ഞിട്ട് തന്നെ വരണമെങ്കിൽ ഒരു സമയം കഴിയുമ്പോഴത്തേന് ഈ ഒരു സ്ത്രീയെ കളഞ്ഞിട്ട് അദ്ദേഹം ഉണ്ടെങ്കിൽ വേറൊരാളുടെ കൂടെയൊക്കെ പോകും. അപ്പോഴത്തേക്ക് അങ്ങനത്തുള്ള ക്യാരക്ടറായിരിക്കും. ഇതൊന്നും ചിന്തിക്കാതെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ പോവുക. ന്യായീകരിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിനെയും ന്യായീകരിക്കരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു ഷാഹിലയും കാമുകനെയും കുട്ടിയെയൊക്കെ പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ന്യൂസ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഉണ്ടെങ്കിൽ ഭർത്താവൊക്കെ വന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എന്ത് നടന്നു എന്നുള്ളതൊന്നും അറിയത്തില്ലായിരുന്നു. കാരണം ഈ ഒരു കുട്ടി ഇനി ആരെ കൂടെ അയക്കുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളെ അമ്മയുടെ കൂടെ അയക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഈ ഒരു കുട്ടി ഇനിയിപ്പോൾ അമ്മയുടെ കൂടെ അയക്കുമോ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം ഈ ഒരു കുട്ടി അച്ഛൻ്റെ കൂടെ തന്നെ അയക്കണം, അച്ഛൻ നല്ല രീതിയിൽ നോക്കും. ഈ ഒരു അമ്മയാണെങ്കിൽ ഇങ്ങനെ വേറെ ആളുടെ കൂടെ പോകുമ്പോൾ എത്രമാത്രം നോക്കാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കാനുള്ള തീരുമാനമാണ് വന്നേക്കുന്നത്. ഇനി കുട്ടിയുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ളതാണ്. അമ്മയെ കൂടെ വിടുന്നതിനേക്കാൾ എന്തുകൊണ്ടും ശരി ഒരു അച്ഛൻ്റെ കൂടെ വിടുന്നതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തുമാത്രം ഇനി ഇവർ മറ്റ് റിലേഷനാവും, ഇനി ആ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ പോകാനായിരിക്കും അവരുടെ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണല്ലോ ഈ ഒരു ഭർത്താവിനെയൊക്കെ കളഞ്ഞിട്ട് പോയത്. ആ ഒരു ഭാഗത്തു നിന്നാണെങ്കിലും 2 മക്കളെയും വൈഫിനെയൊക്കെ കളഞ്ഞിട്ടാണ് ആ ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടിയെ ഉണ്ടെങ്കിൽ ഈ ഒരു അച്ഛൻ്റെ കൂടെ പറഞ്ഞയച്ചത് തന്നെയാണ് ശരിയെന്ന് പറയുന്നു. പിന്നെ കുറേയധികം വ്യാജമായിട്ടുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷാഹിലയെ കുറേയധികം നാട്ടുകാർ എടുത്തിട്ട് അടിച്ചു, അല്ലെങ്കിൽ ഈ ഒരു കാമുകൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയും കുറേയധികം പേര് എടുത്തിട്ട് അടിച്ചു, അത് പറ്റി ഇത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഒരു സത്യാവസ്ഥയൊന്നുമില്ല. അതൊക്കെ ചുമ്മാ ഫേക്കായിട്ടൊക്കെ നടക്കുന്ന കുറേയധികം ന്യൂസും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിലൊന്നും വിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും എനിക്ക് ആഗ്രഹമുണ്ട്.